ചേടാ ഞാൻ എന്ത് ചെയ്തെന്നായി പറഞ്ഞു വരുന്നേ? ഇവള് പ്രസവിക്കാത്തത് എന്റെ കുഴപ്പം കൊണ്ടാണോ? അമ്മയാവാനുള്ള യോഗ അവൾക്കില്ലായിരിക്കും. എങ്ങനെ ഉണ്ടാവാനാ? മുതിർന്നവരെ അനുസരിക്കാൻ പഠിക്കണം. ഭർത്താവിന്റെ അമ്മയെ അമ്മായിയമ്മയായിട്ടല്ല, അമ്മയായിട്ട് തന്നെ കാണണം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരും. മോളെ, ഞാൻ മോളെ കാണാൻ വന്നത് നിന്റെ കണ്ണ് നിറയ്ക്കുമെന്ന് അച്ഛമ്മ കരുതിയില്ല. അതൊന്നും സാരമില്ല അച്ഛമ്മ. അച്ഛമ്മ ചെല്ലേ, നേരെ ഒരുപാടായില്ലേ? ശരി മോളെ. ഇവള് പ്രസവിക്കാത്തത് എന്റെ കുഴപ്പം കൊണ്ടാണോ? അമ്മയാവാനുള്ള യോഗ അവൾക്കില്ലായിരിക്കും. അളിയോ, എന്താ രാവിലെ കറങ്ങുന്ന ഫാനും നോക്കിയ ഒരു ആലോചന? ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ അതെങ്ങനെ നടക്കാന്? ആരുടെങ്കിലും സഹായം വേണ്ടേ? ആത്മഹത്യക്ക് ഒരുങ്ങുന്നവനെ ആരെങ്കിലും സഹായിക്കാൻ വരുമോ? ആരും വരില്ല. പക്ഷേ ഈ പ്രതാപൻ വരും. അളിയനെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ അളിയന്റെ അളിയനാന്ന് പറഞ്ഞു നടക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അല്ല, ഇനിയിപ്പോ അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലെങ്കിലും ഞാൻ തന്നെ എന്റെ ഈ കൈ കൊണ്ട് അളിയനെ മേലേക്ക് പറഞ്ഞു വിടും. എപ്പോഴാണെന്നറിയോ? ഇവിടെ നടന്ന കാര്യങ്ങൾ അളിയന്റെ നോട്ടത്തിലൂടെയോ ഭാവത്തിലൂടെയോ ചലനത്തിലൂടെയോ ഇവിടെ ആരെങ്കിലും അറിയിക്കാൻ ശ്രമിച്ചാൽ, ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാതില്ലാന്ന് എനിക്കും ചേച്ചിക്കൊക്കെ അറിയാം. അതുകൊണ്ട് എന്റെ പൊന്നളിയനെ ആയുസ് തീരാതെ പറന്നു പോകാനുള്ള വഴിയെന്ന് ഇപ്പൊ ആലോചിക്കണം. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞതൊക്കെ അളിയന് മനസ്സിലായിട്ടുണ്ടല്ലോ. സമയാസമയങ്ങളിൽ കൃത്യമായിട്ട് മരുന്ന് കഴിച്ചേ പറ്റൂ. അതുപോലെ തന്നെ ആഹാരവും. മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു ചിന്തയും പാടില്ല. അത് നമ്മുടെ മനസ്സിനെ കൂടുതൽ തളർത്തേയുള്ളൂ. കേട്ടല്ലോ? അതെ, കൂടുതൽ ഉപദേശം നൽകി അച്ഛനെ ആരും തളർത്താതിരുന്നാ മതി. പിന്നെ അച്ഛനെ ആരും ഉപദേശിക്കുന്നത് അച്ഛനെ പണ്ടേ ഇഷ്ടമല്ല. പ്രത്യേകിച്ച് അങ്കിളിനെ പോലുള്ളവര്. അതെന്താ വെച്ചാലേ, എന്റെ അളിയനല്ലേ ഇങ്ങനെ എങ്കോണ്ട് ചടക്കുന്നേ? അളിയൻ നേരെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മരുന്ന് കൊടുത്ത് നേരെയാക്കാൻ എനിക്കറിയില്ല. അറിയാവുന്ന രീതിയിലൊന്ന് ഉപദേശിക്കാമെന്ന് കരുതി. അങ്കിളിനൊരു കരുതലുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എടാ, നീയെങ്കിലും അത് മനസ്സിലാക്കിയല്ലോ. എനിക്കത് മതി. സമാധാനായി. പക്ഷേ ആ കരുതല് അച്ഛന്റെ കാര്യത്തിലല്ലെന്ന് മാത്രം. അങ്കിളെ, പാർവതി ഈ റൂമിൽ കയറരുതെന്നും അച്ഛന്റെ കാര്യങ്ങൾ നോക്കരുതെന്നും പറഞ്ഞ് ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അമ്മ. അങ്കിളും അതിന് സാക്ഷിയായിരുന്നല്ലോ. അമ്മ പറഞ്ഞതുപോലെ ഈ അച്ഛന്റെ മകനായ എനിക്കും പറയാനുണ്ട്. പക്ഷേ വിലക്കല്ല അങ്കിൾ. അങ്കിളിപ്പോ അച്ഛന് കൊടുത്തതുപോലെ ഒരു ഉപദേശം. രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ അദ്ദേഹത്തിന് മനസ്സുകൊണ്ട് ഇഷ്ടമില്ലാത്തവർ കഴിവതും അടുത്തു വരാതിരിക്കുന്നതല്ലേ അദ്ദേഹത്തിന് ആശ്വാസം. അത് ശരി. അളിയൻ എന്നെ ഇഷ്ടമല്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അളിയൻ താഴെ തളർന്നു വീണപ്പോ ഡോക്ടറെ വിളിക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ജീവൻ നഷ്ടമായില്ല. ഞാൻ അളിയൻ ഇഷ്ടമില്ലാത്തവനാവുന്നത് എങ്ങനെയാ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാലേ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഒരു ദിവസം അങ്കിളിന് മനസ്സിലാവാത്തതും എനിക്ക് മനസ്സിലായതുമായ കാര്യങ്ങൾ അങ്കിളിന് ഞാൻ മനസ്സിലാക്കി തരാം. ഇപ്പൊ അങ്കിളിന് പോവാം.
എടാ വിശാല, ഞാൻ ഉം. അയാള് പറയുന്നൊന്നും അച്ഛൻ കാര്യമാക്കണ്ട. ഞാനുണ്ടല്ലോ ഇവിടെ. ഒന്നും ഓർത്ത് അച്ഛൻ മനസ്സ് വിഷമിപ്പിക്കണ്ട. ഡോക്ടർ പറഞ്ഞൊക്കെ അച്ഛന് ഓർമ്മയുണ്ടല്ലോ. അച്ഛൻ ഉറങ്ങിക്കോ. നീ എന്താടാ രാവിലെ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ? എന്തു പറ്റി? ഓ, ഇതിൽ കൂടുതൽ ഇനി പറ്റാനൊന്നുമില്ല. എല്ലാം മതിയാക്കി ഇനി നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോയാലെന്ന് ആലോചിക്കുക. എടാ, മൂക്കി തൊടാൻ തലയെ ചുറ്റി വരേണ്ട കാര്യമൊന്നുമില്ല. എന്താന്ന് വെച്ചാ നേരെ പറയൂ. ചേച്ചി ഇപ്പൊ അളിയന്റെ റൂമിലേക്ക് പോകാൻ വന്നതാണോ? അതെ, തലച്ചോറിലെ ഒരു ഞരമ്പിന് പൊട്ടലുണ്ടായെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. അതൊന്നുകൂടെ പൊട്ടിക്കാൻ വേണ്ടിട്ടാ ഞാൻ അങ്ങോട്ട് പോകുന്നത്. നീയും വാ. ചേച്ചി ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. ഞാൻ അവിടുന്ന് ഇപ്പൊ ഇവിടെ വന്ന് ചേച്ചി പറഞ്ഞ പോലെ ഇഞ്ചി കടിച്ച പോലെ നിൽക്കുന്നേ. പ്രതാപ, വല്ലതും പറയാനുണ്ടെങ്കിൽ മനസ്സിലാവുന്ന രീതിയിൽ തെളിച്ചു പറയൂ. എന്നാ തെളിച്ചു പറയാം. ചേച്ചിയുടെ ഉദ്ദേശം തന്നെയായിരുന്നു എനിക്കും. ഞാനതിന് തുടക്കം ഇട്ടതുവാ. അപ്പോഴേക്കും വിശാൽ അവിടെ കയറി വന്നു. പാർവതിക്ക് ചേച്ചി വിലക്കേൽപ്പിച്ചതുപോലെ അവൻ എനിക്ക് വിലക്കേൽപ്പിച്ചു. അളിയന്റെ റൂമിന്റെ വാതിക്കൽ അവൻ ലക്ഷ്മണ രേഖ വരച്ചു. എടാ, അവൻ എന്തെങ്കിലും സംശയമുണ്ടോ? ഉഫ്, എന്റെ ചേച്ചി, നമുക്ക് പരിചയമുള്ള ചേച്ചിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന വിശാലല്ല ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത്. അവന്റെ നോട്ടത്തിലും ഭാവത്തിലും സംസാരത്തിലും ഒക്കെ ദ്വയാർത്ഥങ്ങൾ ഒളിഞ്ഞിറപ്പുണ്ട്. അതിന്റെ കാരണം അവന്റെ ഉള്ളിൽ പൊട്ടിമുളച്ച സംശയങ്ങൾ തന്നെയാ. എന്ത് സംശയം? അളിയന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നമ്മളാണോ എന്ന സംശയം. ആ സംശയത്തിന്റെ വിത്ത് അവന്റെ മനസ്സിൽ വിതച്ചത് അവളാ, അടുക്കളക്കാരി പാർവതി. ഇനി നമ്മൾ കരുതലോടെ നീങ്ങണം. ആ മുള വളരാൻ അനുവദിക്കരുത്. എന്താ ജാസ്മിൻ, നീ എന്താ വല്ലാതിരിക്കുന്നെ? ഒരാൾ ഒരു ദിവസം 6 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്ന്. 6 മണിക്കൂർ പോയിട്ട് 6 മിനിറ്റ് പോലും ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാത്ത ആ ഔട്ട് ഹൗസില് കൊതുക് കടിയും കൊണ്ട് ഭയന്ന് വിറച്ച് ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരുന്ന എന്റെ അവസ്ഥയെക്കുറിച്ച് ആന്റി ഒന്ന് ആലോചിച്ച് നോക്കി. മടുത്തു. ഏട്ടനുണ്ടായിരുന്നപ്പോ ഉള്ള സ്ഥലത്ത് പേടിയില്ലാതെ കിടന്ന് ഉറങ്ങായിരുന്നു. ജയിലറയ്ക്കുള്ളിലാണെങ്കിലും ആളും അനക്കൊക്കെ ഉണ്ടാവുമല്ലോ ഏട്ടൻ അവിടെ. ഇതൊരു തരം ശ്മശാന മൂകതയാ. എനിക്ക് വയ്യ ആന്റി. ഞാനിപ്പോ എന്ത് ചെയ്യണോന്നാ ജാസ്മിൻ പറഞ്ഞു വരുന്നേ? അത് ചേച്ചിക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് മനസ്സിലായി. ജാസ്മിനെ ഔട്ട് ഹൗസിൽ നിന്ന് ഇൻ ഹൗസിലേക്ക് പറിച്ചിടണമെന്ന് അല്ലേ ജാസ്മിൻ? അബ്സല്യൂട്ട്ലി റൈറ്റ്. നീ പറയുന്നത് കേട്ടപ്പോ എനിക്കും വിഷമമുണ്ട് മോളെ. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ചാ മതിയായിരുന്നു. എന്നാൽ ഇന്നങ്ങനെ അല്ല. കാര്യങ്ങളൊക്കെ ജാസ്മിന് അറിയാവുന്നതല്ലേ? ആ, ഏതായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ വിഷമിക്കണ്ട. ഇതിന് അനുയോജ്യമായൊരു പരിഹാര മാർഗം ഞാൻ ഉണ്ടാക്കാം. നീ ധൈര്യമായിട്ടിരിക്കേ. ചെല്ല്. കൂനിന്മേൽ കുരുന്ന പോലെ കാര്യങ്ങളുടെ പോക്ക്.
പരസ്പരം സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങുമ്പോഴല്ലേ അവൾ അമ്മയാകുന്നതും കുടുംബിനിയാകുന്നതും ഒക്കെ. എനിക്കങ്ങനൊരു ജീവിതം വിധിച്ചിട്ടില്ല അച്ഛമ്മ. ഇവള് പ്രസവിക്കാത്തത് എന്റെ കുഴപ്പം കൊണ്ടാണോ? അമ്മയാവാനുള്ള യോഗ അവൾക്കില്ലായിരിക്കും. അച്ഛമ്മ ഈ ലോകത്തൊന്നും അല്ലെന്ന് തോന്നുന്നു. എന്തോ കാര്യമായിട്ടുള്ള ആലോചനയിലാണല്ലോ. അച്ഛമ്മയുടെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ. എന്തുപറ്റി? കുറെ നാളായി വിഷമങ്ങളല്ലാതെ സന്തോഷിക്കാനുള്ള ഒന്നും ഈശ്വരൻ തരുന്നില്ലല്ലോ മോളെ. ഇതാ ഇപ്പൊ നന്നായത്. ഞാൻ എവിടെയെങ്കിലും വിഷമിച്ച് നിൽക്കുന്നത് കാണുമ്പോ എന്നെ ആശ്വസിപ്പിക്കുന്ന ആളായിരുന്നല്ലോ അച്ഛമ്മ. ആ അച്ഛമ്മ ഇപ്പോ ഞാൻ ആശ്വസിപ്പിക്കേണ്ടി വരുന്നെങ്കിൽ കാര്യമായിട്ടുള്ള എന്തോ ഒരു വിഷയം അച്ഛമ്മയുടെ മനസ്സിലുണ്ട്. ഞാൻ ഗാർഗിയുടെ കാര്യം ആലോചിക്കുകയായിരുന്നു. ഗാർഗിക്ക് എന്താ പ്രശ്നം? ഫോണും പടം പിടുത്തൊക്കെ ആയിട്ട് ഓടിച്ചാടി സന്തോഷത്തോടെ നടക്കല്ലേ അവള്. അതോർത്ത് വിഷമിക്കാണോ വേണ്ടത്? സന്തോഷിക്കല്ലേ വേണ്ടേ? ആ കളിയും ചിരിയുമെല്ലാം ഉള്ളിലെ വിഷമങ്ങൾ മറച്ചു പിടിക്കാനുള്ളൊരു മറ മാത്രമാണ് മോളെ. അവളുടെ മനസ്സ് നീറിപ്പുകയുന്ന ഒരു ഉമിക്കൂടാ. അത് ഞാൻ കഴിഞ്ഞ ദിവസമാണ് മനസ്സിലാക്കിയത്. ഗാർഗിക്ക് എന്തു പറ്റി അച്ഛമ്മേ? നിങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണെന്ന് എനിക്കറിയാം. അവള് മോളോടൊന്നും പറഞ്ഞിട്ടില്ലേ? വിഷമിച്ചിരിക്കുന്ന ഗാർഗിയെ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ കാരണം ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയേനെ. പക്ഷേ പ്രഭാവതിയുടെ മകൻ വിനയ് ഗാർഗിയെ വിവാഹം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വർഷം 3 കഴിഞ്ഞു. അന്നു മുതൽ ഇന്നു വരെ അവരിരുവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതോ ഒരുമിച്ച് എങ്ങോട്ടെങ്കിലും യാത്ര പോകുന്നതോ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ പരസ്പരം പഴിചാരി സംസാരിക്കുന്നത് സ്ഥിരം കാഴ്ചയാണ്. ഒരിക്കലും ഭാര്യാഭർത്താക്കന്മാരായിട്ട് അവര് ജീവിച്ചിട്ടില്ല. അവൻ അവളെ കാണുന്നത് പോലും ചതുർത്ഥിയ. താലി കെട്ടിയെന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഒരു പെൺകുട്ടിയുടെ ഭാവി ഇല്ലാതാക്കുന്നത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. എനിക്കോ അച്ഛമ്മയ്ക്കോ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അഥവാ നമ്മൾ അതിന് ശ്രമിച്ചാലും അമ്മ അതിന് അനുവദിക്കുമെന്ന് തോന്നുന്നുണ്ടോ അച്ഛമ്മയ്ക്ക്? അവനെ അവളിൽ നിന്ന് അകറ്റിയതിന്റെ പ്രധാന കാരണക്കാരി പ്രഭാവതി തന്നെയാണ്. അവളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളിനെ മാത്രം മതി പ്രഭാവതിക്ക്. സ്വന്തം മകനെ അതിന് കരുവാക്കുകയാണ് അവള്. അവന്റെ കുടുംബജീവിതമാണ് അത് കാരണം ഇല്ലാതാകുന്നതെന്ന് അവള് ചിന്തിക്കുന്നില്ല. അമ്മയ്ക്ക് അങ്ങനെയൊന്നും ഇല്ല അച്ഛമ്മേ. സ്വന്തം കാര്യം സിന്ദാബാദ്. ഇങ്ങനെ അമ്മയുടെ സാരിത്തുമ്പം പിടിച്ച് ജീവിക്കുന്നതിനോടൊപ്പം കഴിയുന്നതിലും നല്ലത് ബന്ധം വേർപെടുത്തുന്നതാ. അവക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ അത് തന്നെയാ നല്ലത്. ബന്ധം വേർപെടുത്താനോ? അച്ഛമ്മ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? അത് അവസാനത്തെ മാർഗമല്ലേ? എന്തായാലും ഞാൻ ഗാർഗിയായിട്ടൊന്ന് സംസാരിക്കട്ടെ. വിനയ് സാർ വരുമ്പോ അച്ഛമ്മയൊന്ന് സംസാരിക്കൂ. ഇവിടെ മറ്റാരും അറിയാതെ നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാകും. അത് പോരെ എന്റെ അച്ഛമ്മയ്ക്ക്?
അതിലൊരു തീരുമാനം ഉണ്ടാവേണ്ടത് അത്യാവശ്യ. കാരണം ഔട്ട് ഹൗസിൽ താമസിക്കുന്നത് കൗമാരക്കാരിയായ ഒരു പെൺകുട്ടിയാ. എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സുശീല പറയുന്നത് ശരിയാ. പക്ഷേ ജാസ്മിൻ എന്തുകൊണ്ടാണ് ഔട്ട് ഹൗസിലേക്ക് താമസം മാറ്റേണ്ടി വന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. നമ്മുടെ മാത്രം ഇഷ്ടപ്രകാരം അവളെ തിരിച്ചു വിളിച്ചാ ഉറപ്പായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടും. പ്രഭേച്ചി, നമ്മളിത് ജതിൻ അറസ്റ്റിലായ നിമിഷം മുതലേ ചിന്തിക്കേണ്ടതായിരുന്നു. ജാസ്മിൻ പറയുന്നതിൽ കാര്യമുണ്ട്. ഏത് കോടതിയും അവളുടെ ഭാഗത്തേ നിൽക്കൂ. അങ്ങനെ പറയരുത് സുശീലേച്ചി. ഇവിടുത്തെ നിയമവശങ്ങളെ കുറിച്ച് ചേച്ചിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട. ജാസ്മിൻ എന്തിനീ വീട്ടിൽ താമസിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നെന്നായിരിക്കും കോടതി ആദ്യം ചോദിക്കുന്നത്. ജാസ്മിനും നമ്മളും തമ്മിൽ എന്ത് ബന്ധമെന്നായിരിക്കും അടുത്ത ചോദ്യം. ചേച്ചി എന്തുത്തരം പറയും? വിശാല് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയല്ലേ ജാസ്മിൻ? അത് കോടതിക്കറിയില്ലല്ലോ. ഇനിയൊരു പക്ഷേ കോടതിയോട് നമ്മൾ അങ്ങനെ പറഞ്ഞാ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കിയാ വിശാൽ അത് സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? ഇല്ല. അത് മാത്രമല്ല, അവൻ വിവാഹിതനാണെന്നും അവനെ ബലാത്കാരമായി വീണ്ടും കല്യാണം കഴിപ്പിക്കുകയാണെന്നും പറഞ്ഞാൽ പിന്നെ കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞേ സുശീലേച്ചിക്ക് അമേരിക്കയിലേക്ക് പോകാൻ പറ്റൂ. അതുവരെ ഇവിടെ അഴിയണ്ണേണ്ടി വരും. പ്രതാപ, കോടതിയിൽ പോകേണ്ടി വന്നാലുള്ള അവസ്ഥയെക്കുറിച്ചല്ലേ സുശീല പറഞ്ഞത്? അതിന് നീ അവളെ ഇങ്ങനെ നിയമവശങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുന്ന എന്തിനാ? ഈ കുടുംബ കോടതിയിൽ ഉണ്ടാവാൻ പോകുന്ന വിചാരണ എങ്ങനെ നേരിടണമെന്ന് ആലോചിക്ക്. ഇവിടുത്തെ മന്ത്രിയും മുഖ്യമന്ത്രിയും ജഡ്ജിയല്ലേ ഇപ്പൊ അവളല്ലേ ആ അടുക്കളക്കാരി. അവള് വിധിക്കുന്ന എന്താണോ അത് അംഗീകരിക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ. നമുക്ക് അനുകൂലമായൊരു വിധി അവളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അതെങ്ങനെ? അതിനൊറ്റ വഴിയേ ഉള്ളൂ. വിശാൽ. അവൻ പറഞ്ഞ അവൾ അനുസരിക്കും. പക്ഷെ വിശാൽ അത് പറയില്ല. കാരണം ഇപ്പൊ അവര് തമ്മിലെ പുട്ടും പീരയും പോലെയാ. പുട്ടും പീരയോ എന്ന് പറഞ്ഞാ? അതെന്താന്ന് പറഞ്ഞാ ഈ റോഡും ടാറും തമ്മിൽ ഒരു ബന്ധമില്ലേ, അതുപോലെ ഭയങ്കര അടുപ്പമാണെന്നാ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓ, അതൊക്കെ വിശാലിന്റെ വെറും ആക്ടിങ്ങാ പ്രതാപ. ഞാൻ പറയുന്നത് അവൻ അനുസരിക്കും. ചേച്ചി അതൊക്കെ പണ്ട്. ഇപ്പോഴങ്ങനല്ല. ചേച്ചി അവനത് മനസ്സിലാക്കി തന്ന പല സാഹചര്യങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ചേച്ചിക്ക് അത് മനസ്സിലായില്ല, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാൻ അത്ര പെട്ടെന്നൊന്നും വർക്ക്ഔട്ട് ആവില്ല സുശീലേ. ആവും പ്രഭേച്ചി. അതിന് പ്രഭേച്ചി കൂടി ഒന്ന് മനസ്സ് വെക്കണം. ഞാനോ? എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഒറ്റ കാര്യം. ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പെൺകുട്ടിയുടെ ഭയപ്പാടിനെ കുറിച്ച് പാർവതിയോട് പറയണം. ചുമ്മാ പറഞ്ഞാ പോരാ, അവളുടെ മനസ്സലിയുന്ന രീതിയിൽ പറയണം. പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. പക്ഷെ എങ്ങാനും പരാജയപ്പെട്ട പിന്നെ അവളുടെ മുമ്പിൽ തലയുയർത്തി നടക്കാൻ കഴിയില്ല. അങ്ങനൊരു നെഗറ്റീവ് തോട്ടുമായിട്ട് ഒന്നിനും ഇറങ്ങിത്തിരിക്കരുത്. ബി പോസിറ്റീവ്. പ്രവേശിച്ചല്ലേ? സുശീലേച്ചി, ഇപ്പൊ ഇവിടുന്ന് പോയ മുഖഭാവം ഇല്ലേ, അവളെ കാണുന്നതും പഴയപടിയായി മാറും. താണ്ഡവ ഭാവം. അല്ലെങ്കിൽ കണ്ടോ, ഇതൊന്നും ആവാൻ പോകുന്നില്ല.